കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഈ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് മഴയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ഇഡിയമാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പെരുമഴ പെയ്യുന്നു എന്നാണ് അർത്ഥം. പെരുമഴയ്ക്ക് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. അപ്പോൾ പെരുമഴ എന്നാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, പെരുമഴ പെയ്യുന്നു. അപ്പോൾ റെയിനിങ് ഹെവിലി വിത്ത് വിൻഡ്. അപ്പോൾ ഭയങ്കര കാറ്റും കോളൊക്കെ ആയിട്ടുള്ള ആ പെരുമഴയെ നമ്മൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയും. ഓക്കെ. അടുത്തത് എ ക്യാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്. അപ്പോൾ രണ്ടാൾക്കാർ, ഒരു ഭാര്യയും ഭർത്താവും, നമ്മൾ പറയണം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കാറ്റ് ആൻഡ് ഡോഗ് ലൈഫാണ്. അത് എപ്പോഴും കലഹിച്ച് വഴക്ക് കൂടിയിട്ടുള്ള കച്ചറ ജീവിതമാണെങ്കിൽ നമുക്കതിനെ എ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയാം. എ ലൈഫ് ഓഫ് കോൺസ്റ്റൻറ്റ് കോറലിങ് ആൻഡ് ആർഗ്യൂയിങ്. എപ്പോഴും കോറൽസും അല്ല സംവാദവും, പരസ്പരം വാദിച്ചും തല്ലുകൂടിയുമുള്ള ജീവിതം. അത്തരം ജീവിതത്തെ നമുക്ക് കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയും. കാറ്റ് ആൻഡ് ഡോഗ് ലൈഫിലെ പൂച്ചയും പട്ടിയും തമ്മിലുള്ള ജീവിതം പോലെ എപ്പോഴും അടിപിടി കൂടിയിട്ടുള്ള ജീവിതം. ഓക്കെ, നമുക്ക് അടുത്ത ഇഡിയംസ് നോക്കാം. ഡോഗ് ഈറ്റ് ഡോഗ്. എന്താണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എ കോമ്പറ്റീറ്റീവ് സെയിൽസ് എൻവയോൺമെൻറ്റ്. അതായത് ഭയങ്കരമായിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത മത്സരം നടക്കുന്ന അവസരത്തിൽ, ഇത് പ്രത്യേകിച്ച് നമുക്ക് ബിസിനസ്സൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. എ ഡോഗ് ഈറ്റ് ഡോഗ്, എ കോമ്പറ്റീറ്റീവ് സെയിൽസ്. എന്താണ് എ കോമ്പറ്റീറ്റീവ് സെയിൽസ് എൻവയോൺമെൻറ്റ്? അപ്പോൾ ഭയങ്കര കിടമത്സരം നടക്കുന്ന അവസരത്തെ ഡോഗ് ഈറ്റ് ഡോഗ് സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡോഗ് ഈറ്റ് ഡോഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കിടമത്സരം അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മത്സരം എന്ന് നമുക്ക് ഈ ഇഡിയത്തിന് അർത്ഥം നൽകാൻ സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മത്സരം എന്ന് നിങ്ങൾക്ക് ഈ വാക്കിന് അർത്ഥം നോട്ട് ചെയ്യാം. ഗോ ടു ദ ഡോഗ്സ്. എന്താണ് ഗോ ടു ദ ഡോഗ്സ് എന്ന് പറയുന്നത്? പട്ടിയുടെ അടുത്തേക്ക് പോയി എന്നല്ല. ബി റെയിൻഡ്. ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക, നശിച്ച് നാറാണക്കല്ല് പിടിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഗോ ടു ദ ഡോഗ്സ്, നാട് നശിച്ച് പോയി. ഓക്കെ, അടുത്ത ഇഡിയംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ബേക്കേഴ്സ് ഡസൻ. എ ബേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേക്കർ അല്ല, ബേക്കറി നടത്തുന്ന ആളാണ് ബേക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബേക്കറിയിൽ ഇത്തരം എന്താ പറയുക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ നമുക്ക് ബേക്കേഴ്സ് എന്ന് പറയാം. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ കാലഘട്ടത്തിലൊരു മിഡിൽ ഏജ് കാലഘട്ടത്തിലൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇഡിയമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ള കഥ എന്ന് പറയുന്നത്, പൊതുവെ പറയപ്പെടുന്നത് ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് ബ്രെഡാണ്. ഈ ബ്രെഡ് വിൽപ്പന തകൃതിയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്നത്തെ കച്ചവടക്കാരൊക്കെ ചില തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ തട്ടിപ്പുകളെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ പുതിയ എന്താ പറയുക നിയമങ്ങൾ കൊണ്ടുവരികയും ഒരുപാട് ലെവി ടാക്സൊക്കെ ഇവരുടെ പേരിൽ ഇമ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ, അതായത് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12. അപ്പോൾ അതിനെ കണ്ണുവെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് 12 പകരം 13 ബ്രെഡൊക്കെ സെയിൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ കഴിയുന്നത്. പല അർത്ഥത്തിലുള്ള കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട്. എന്തായാലും എ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഡിയത്തിൻ്റെ ഫ്രേസിൻ്റെ അർത്ഥം 13 എന്നാണ്, 13 എന്നാണ്. സാധാരണ ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 എ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13. അപ്പോൾ ബേക്കറിക്കാരൻ്റെ ഡസൻ എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ്. ഇറിറ്റേറ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ്, ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ശുണ്ഠി പിടിപ്പിക്കുക അല്ലെങ്കിൽ ശുണ്ഠി പിടിക്കുക, ദേഷ്യം പിടിക്കുക, കോപാകുലനാകുക എന്നൊക്കെയാണ് ഗെറ്റ് ഓൺ സംവൺസ് നെർവ്സ് എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയുള്ള ഇഡിയംസ് നമുക്ക് നോക്കാം. ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ഈ പ്രയോഗം ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചില മീറ്റിങ്ങുകൾ അതുപോലെ ചില ക്യാമ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രയോഗം സാധാരണ ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക് ദ ഐസ്, അതായത് പരസ്പരം പരിചയമില്ലാത്ത കുറേ ആളുകൾ പെട്ടെന്ന് അവരുടെ ആ അപരിചിതത്തിൻ്റെ മുഖം മൂടി അല്ലെങ്കിൽ അപരിചിതത്തിൻ്റെ ഐസ് നമ്മളിങ്ങനെ അലിയിച്ചിട്ട് പരസ്പരം പരിചയപ്പെടുക. അപ്പോൾ നാണം മടിയൊക്കെ മാറ്റി പരസ്പരം മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തെയാണെങ്കിൽ ആ പ്രവൃത്തിയാണ് ബ്രേക്കിംഗ് ദ ഐസ് എന്ന് പറയുന്നത്. ടു ഡു സംതിങ് ആസ് എ മീൻസ് ഓഫ് റിഡ്യൂസിങ് ഓർ എലിമിനേറ്റിംഗ് ഷൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള ചില വർക്ക്ഷോപ്പുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെഷനായിരിക്കും.
പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. പരസ്പരമുള്ള അപരിചിതത്വമൊക്കെ കളഞ്ഞിട്ട് പരിചയപ്പെടാൻ വേണ്ടിയുള്ള ഒരു സെഷനായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ പരസ്പരം നാണം മടിയൊക്കെ ഒഴിവാക്കുക, എന്നിട്ട് പരിചയപ്പെടുക എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്തത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ നേരത്തെ ഇതിന് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിയും തെറ്റും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇൻ റിട്ടൺ ഫോം എന്ന് പറയുന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. അപ്പോൾ വലിയ വലിയ രേഖകളുടെയും മറ്റുമൊക്കെ ഡോക്യുമെൻസിൻ്റെയൊക്കെ റിട്ടൺ ഫോമിനെ നമുക്ക് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ശൈലി ഉപയോഗിച്ച് പറയാവുന്നതാണ്. ഇൻ കേസ് ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റരുത്. ഞാൻ മുമ്പ് പറഞ്ഞ അർത്ഥത്തിൽ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസിനകത്ത് ഇൻ റിട്ടൺ ഫോം എന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങളത് നോട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഇഡിയംസ്. ഹിറ്റ് ദ സാക്ക് ടു ഗോ ടു ബെഡ്. കിടക്കാൻ പോവുക എന്ന ഈ വാക്കിനർത്ഥം ഹിറ്റ് ദ സാക്ക്, പോയിട്ട് ചാക്കിൽ പോയിട്ട് ഇടിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കിടക്കാൻ പോകുമ്പോൾ ടു ഗോ ടു ബെഡ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ശൈലിയാണ് ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉറങ്ങാൻ പോവുക എന്നാണ് ടു ഗോ ടു ബെഡ് എന്നാണ് ഹിറ്റ് ദ സാക്കിൻ്റെ അർത്ഥം. അടുത്തത് പ്രസ്ഡ് ഫോർ ടൈം. ഈ പ്രസ്ഡ് ഫോർ ദ ടൈം എന്ന് പറയുന്നത് ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതായത് തിരക്കിട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണിത്. ഐ ആം പ്രസ്ഡ് ഫോർ ദ ടൈം. ഞാൻ തിരക്കിട്ടൊരു ആ കാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം ഭയങ്കര തിരക്കിട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പ്രസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ പ്രഷറോട് കൂടിയിട്ടൊരു കാര്യം ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമാണ്. പ്രസ്ഡ് ഫോർ ടൈം ഇൻ എ ഹറി, പക്ഷേ വിത്ത് പ്രഷർ. ഒരു പ്രഷറോടുകൂടി ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, കാസിൽ ഇൻ ദ എയർ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് മനക്കോട്ട കെട്ടുക എന്നൊക്കെ പറയാറുണ്ട്. കൃത്യമായിട്ട് ഇതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കാസിൽ ഇൻ ദ എയർ, ആകാശക്കോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആകാശക്കോട്ട, ആകാശത്ത് കോട്ട കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഡ്രീംസ്, ഹോപ്സ് ഓർ പ്ലാൻസ് ദാറ്റ് ആർ ഇമ്പോസിബിൾ, അൺറിയലിസ്റ്റിക് ഓർ ഹാവ് വെരി ലിറ്റിൽ ചാൻസ് ഓഫ് സക്സീഡിങ്. വെരി ലിറ്റിൽ ചാൻസ്, അത് വെരി ലിറ്റിൽ ചാൻസ് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ല, നടക്കാൻ സംഭവിക്കാത്ത ഡ്രീംസുകൾ, ഹോപ്സുകൾ, പ്ലാൻസുകൾ. അതായത് മനക്കോട്ട കിട്ടുക അല്ലെങ്കിൽ ആകാശക്കോട്ട കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കാസിൽ ഇൻ ദ എയർ. ഓക്കെ, അടുത്ത ഇഡിയം എ ബോൾ ഫ്രം ദ ബ്ലൂ. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്നാണ്. സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, തീരെ പ്രതീക്ഷിക്കാത്ത ദുരന്തം എന്നാണ് എ ബോൾ ഫ്രം ദ ബ്ലൂവിന് നൽകാൻ പറ്റുന്ന അർത്ഥം. തീരെ പ്രതീക്ഷിക്കാത്ത ദുരന്തം. എ ബോൾ ഫ്രം ദ ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. എന്താ പറയുക, സംതിങ് അൺഎക്സ്പെക്റ്റഡ്, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, എ ബോൾ ഫ്രം ദ ബ്ലൂ. അടുത്ത ഇഡിയം ഏതാണെന്ന് നോക്കാം. അറ്റ് 6 and 7. 6, 7. അറ്റ് 6 and 7 എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ആകെ കുഴപ്പത്തിലാകുന്ന അവസ്ഥയാണ് അറ്റ് 6 and 7 എന്ന് പറയുന്നത്. നമ്മൾ ആകെ കുഴപ്പത്തിലാകുന്ന സിറ്റുവേഷൻ നമുക്ക് അറ്റ് 6 and 7 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്പിക്ക് ആൻഡ് സ്പാൻ. ഇതൊരു പ്രധാനപ്പെട്ടതാണ്. ക്ലീൻ ആൻഡ് ടൈഡി. വളരെയധികം വൃത്തിയുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരവസ്ഥയെ നമുക്ക് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയാൻ പറ്റും. എ സ്പിക്ക് ആൻഡ് സ്പാൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ എ സ്പിക്ക് ആൻഡ് സ്പാൻ കിച്ചൺ നമുക്ക് പറയാം. എ സ്പിക്ക് ആൻഡ് സ്പാൻ കിച്ചൺ, വളരെ നീറ്റായിട്ടുള്ള, ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള അടുക്കള എന്നർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പോൾ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി എന്നാണ് അർത്ഥം. അടുത്തത് റെഡ് ടേപ്പ്. ശ്രദ്ധിക്കുക, റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡിലേ എന്നാണ് ഈ വാക്കിന് നമുക്ക് മലയാളത്തിൽ നൽകാൻ പറ്റുന്ന അർത്ഥം. റെഡ് ടേപ്പ്, ഒഫീഷ്യൽ ഡിലേ. നമ്മൾ സാധാരണ പറയാറുണ്ട് ചുവപ്പ് നാടയിൽ കുടുങ്ങി എന്ന് പറയാറുണ്ട്. അതായത് ചില ഓഫീസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഫയലുകൾ കെട്ടിക്കിടക്കും അല്ലേ, വളരെ ഒഫീഷ്യൽസിൻ്റെ അനാസ്ഥ മൂലം കെട്ടിക്കിടക്കാറുണ്ട്. അപ്പോൾ ചുവപ്പ് നാടയിൽ കുടുങ്ങി എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രയോഗമാണ് റെഡ് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഡിലേ വരുന്നതിന്, ഒഫീഷ്യൽ ഡിലേക്കാണ് റെഡ് ടേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹോപ്സൺസ് ചോയ്സ്. ഹോപ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നോ ചോയ്സ് അറ്റ് ഓൾ, ഒരു ചോയ്സും ഇല്ലാത്ത അവസ്ഥ. അതായത് ഹോപ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ചോയ്സും ഇല്ല, ആകെ ഒറ്റ ചോയ്സേ ഉള്ളൂ, വേറെ നമുക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ മറ്റ് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തെ, ഏക നിവൃത്തിയെ നമുക്ക് ഹോപ്സൺസ് ചോയ്സ് എന്ന് പറയാം.
ഹോപ്സൺസ് ചോയ്സ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മലയാളാർത്ഥം ഏക നിവൃത്തി അല്ലെങ്കിൽ മറ്റു നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഓക്കെ, അടുത്ത ഇഡിയം നോക്കാം.